എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ നീക്കം നടത്തി. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ഒരേക്കറിലധികം വരുന്ന മിച്ചഭൂമി മൈതാനത്തിനായി നേടാൻ ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് വഴിവിട്ട നീക്കം. ചൂർണിക്കരയിൽ മാത്രം 600-ലധികം കുടുംബങ്ങൾ ഭൂമിയും വീടുമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് MLAയുടെ ഈ നടപടി. ഇതിനായി MLA കത്ത് നൽകിയതിന്റെ രേഖകൾ ജനം TVക്ക് ലഭിച്ചു. ആ റിപ്പോർട്ടിലേക്ക്. ഭൂമിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിലാകുകയും 600-ലധികം കുടുംബങ്ങൾ ഭൂഭവനരഹിതരായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ ഭവന പദ്ധതിക്കായി കരുതിയ ഒരേക്കർ മിച്ചഭൂമി കളിസ്ഥലത്തിന് വിട്ടു നൽകണമെന്നാണ് ആലുവ MLA അൻവർ സാദത്ത് ആവശ്യപ്പെടുന്നത്. ചൂർണിക്കര പഞ്ചായത്ത് 8-ാം വാർഡിൽ അശോക ടെക്സ്റ്റൈൽസിൽ നിന്നും ഏറ്റെടുത്ത ഒരേക്കറിലധികം വരുന്ന ഭൂമിയാണ് അശോക മൈതാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിച്ചഭൂമിയായുള്ള ഭൂമികൾ സർക്കാരിന്റെ ഭവന പദ്ധതികൾക്ക് വിനിയോഗിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഈ ഭൂമി മൈതാനത്തിനായി കൈമാറണമെന്ന ആവശ്യവുമായി ആലുവ MLA അൻവർ സാദത്തും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തുന്നത്. ഈ ആവശ്യമുന്നയിച്ച് MLA നൽകിയ കത്തിൽ തൊട്ടടുത്ത 9-ാം വാർഡിൽ കൊടികുത്തിമലയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 52 സെന്റ് വിസ്തീർണമുള്ള മൈതാനമുള്ള കാര്യം മറച്ചുവെച്ചിരുന്നു. ഞങ്ങൾ കളിസ്ഥലത്തിനോ മറ്റ് യാതൊരു ഇവിടെ മറ്റ് സ്പോർട്സിനും ഗെയിംസിനും ഒന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഈ പഞ്ചായത്തിൽ വലിയൊരു ഭാഗം ജനങ്ങൾ ഇരിക്കുമ്പോൾ അവരെ അവഗണിച്ചിട്ട് ഇപ്പോൾ നിലവിൽ അത്തരം സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടാമതൊരു കളിസ്ഥലം വേണം, അത് അവിടെ തന്നെ വേണമെന്ന് ശടിക്കുന്നത് തികച്ചും യുക്തിരഹിതവും അത് മനുഷ്യത്വവിഹീനവുമാണെന്ന് പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണാധികാരികളും ആലുവ ഇവിടെ ബഹുമാനപ്പെട്ട MLAയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം റവന്യൂ മന്ത്രിയെയും തദ്ദേശ മന്ത്രിയെയും ഒക്കെ സമീപിച്ച് കളിസ്ഥലം ഒരേക്കറിൽ തന്നെ നിലനിർത്തുക എന്ന ആവശ്യത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അശോക ഭൂമി മൈതാനത്തിന് നൽകിയാൽ ലൈഫ് ഭവന പദ്ധതിക്കായി എന്ത് ബദൽ സംവിധാനം ഏർപ്പെടുത്താനാകുമെന്ന ചോദ്യവും ഉയരുകയാണ്. FITയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഉപയോഗശൂന്യമായി കിടപ്പുണ്ടെന്നും അത് പദ്ധതിക്കായി ഏറ്റെടുക്കാൻ പരിശ്രമിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൈതാനം ഒരുങ്ങുന്നത് നല്ല കാര്യമെങ്കിലും കേറിക്കിടക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമല്ലേ ആദ്യം പരിഹരിക്കപ്പെടേണ്ടതെന്ന ചോദ്യമാണ് ഭവനരഹിതരായ കുടുംബങ്ങൾ ഉയർത്തുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇത്തരത്തിൽ ഈ ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണോ MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് നടത്തുന്നത്? കാരണം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈതാന രൂപീകരണത്തിനാണോ പ്രസക്തി, അതോ ഭൂരഹിതരായവർക്ക് കിടപ്പാടം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതാണോ? എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്? രോഹിണി, ഇത് MLA അടക്കമുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ഒരു നിലപാടായി മാറുകയാണ്. ഈ ലൈഫ് ഭവന പദ്ധതിയിലെ എന്ന് വീട് കിട്ടും എന്ന് കാത്തു കഴിയുന്ന 600-ലധികം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ ചിലർ വാടക വീടുകളിൽ കഴിയുന്നു, ചിലർ ബന്ധു വീടുകളിൽ കഴിയുന്നു. ആ രീതിയിൽ വളരെ ദുരിത ജീവിതം അനുഭവിക്കുന്നു. മറ്റ് ക്രിസ്ത്യൻ മിഷനറിയുടെ കുറേ കെട്ടിടങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ ക്രിസ്ത്യൻ മിഷനറി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും വീട് നേടിയെടുക്കണം, എത്രയും വേഗം അവിടുന്ന് ഒഴിയണമെന്ന് പറഞ്ഞു. അത് ആ വാർത്ത നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. ഇത്തരം വലിയ ആശങ്കയിൽ ഒരു കൂട്ടം ജനങ്ങൾ കഴിയുമ്പോഴാണ് ഒന്നും കണ്ടിട്ടില്ല എന്ന മട്ടിൽ ഈ ജനപ്രതിനിധികൾ കളിക്കാനുള്ള മൈതാനത്തിന് വേണ്ടി ഇത്രയേറെ പങ്കപ്പാടുകൾ പെടുന്നത്. എന്നാൽ ഈ FITയുടെ ഭൂമി ഇതിനായി ഉപയോഗിക്കുമെന്ന് പറയുന്നു. അത് വിട്ടു കിട്ടണം എന്ന് പറഞ്ഞ് MLA നിലപാടെടുക്കുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്തിട്ടില്ല. പഞ്ചായത്ത് പറയുന്നത് FITയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പണിയാം. ഈ ഗുണഭോക്തൃ പട്ടികയിലുള്ള ഓരോ കുടുംബങ്ങളും ഇവിടെയൊക്കെ പുറമ്പോക്കൊണ്ടെന്ന് തേടി നടക്കുകയും അതിനെതിരെ പരാതി കൊടുത്ത് അളപ്പിച്ച് അത് ഭൂമി സർക്കാരിൻ്റെതാണെന്ന് കണ്ടെത്താനുള്ള പ്രയത്നം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഒരേക്കറിലധികം വരുന്ന ഭൂമി ഇപ്പോഴും കുട്ടികൾ കളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നു. ആ ഭൂമിയിൽ എന്നേ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ എന്നേ അവിടെ വീടുകൾ കെട്ടാമായിരുന്നു. എന്നാൽ അതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൽ ആ ഒരു സാഹചര്യത്തിലാണ് MLA ഇത്തരമൊരു ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുന്നത്.
പറയുന്നത്. ഇതിൽ മന്ത്രി രാജീവിൻ്റെയും റവന്യൂ മന്ത്രിയുടെയും എല്ലാം സാന്നിധ്യത്തിൽ യോഗം കൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് പഠിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പഠിച്ചൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാകുന്നത്. റവന്യൂ വകുപ്പ് ഇതുവരെയുള്ള അവരുടെ നടപടിക്രമങ്ങളിലെല്ലാം തന്നെ ഇത് മിച്ചഭൂമിയാണെന്നും അത് ഭവന പദ്ധതികൾക്കായാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ഇതിലെ ഒരു തീരുമാനം വൈകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് MLA ഇത്തരം ഒരു നിലപാടിലേക്ക് പോയത്? ഇവിടുത്തെ ഭവനരഹിതരായ കുടുംബങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങളാരും കളിസ്ഥലത്തിനെതിരല്ല, അങ്ങനെ കളിസ്ഥലത്തിനാണ് അത് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വീടൊരുക്കാൻ ഒരു ബദൽ സംവിധാനം വേണ്ടേ? അത് കണ്ടെത്തിയിട്ട് വേണ്ട ഇത്തരത്തിലൊരു നിർദ്ദേശം ഒരു ജനപ്രതിനിധി, അത് MLA പോലെ ഒരാൾ മുന്നോട്ട് വെക്കാൻ. ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ് ഇത്തരം MLAയുടെ നീക്കത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതിന് ശാശ്വത പരിഹാരം കാരണം ഇത്തരത്തിൽ കഴിയുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങൾ, അതായത് 2000-ലധികം പേരാണ് ഇതിൻ്റെ ഒരു ആശങ്ക ഒരു പഞ്ചായത്തിൽ നേരിടുന്നത്. അതുമല്ല, ഈ 100 ഏക്കർ ഭൂമിയിൽ അവിടെ ഭവന പദ്ധതി ആരംഭിച്ച് അവിടെ അതിന് തുടക്കമായാൽ അത് ചൂർണിക്കരയിലെ മാത്രമല്ല സമീപ പഞ്ചായത്തുകൾ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഭവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നതാണ്. ഈ ഭൂമി ഏറ്റവും വലിയ വെല്ലുവിളി, അത് സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഭൂമി കണ്ടെത്താനുള്ള പ്രയാസം അത് തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു ഭൂമി കളിസ്ഥലത്തിന് വിട്ടുകൊടുക്കാനുള്ള നീക്കവുമായി ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരെ മാറിയാണ് കൊടികുത്തിമല. അവിടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഒരു മൈതാനം ഉള്ളതുമാണ്. രോഹിണി. ശരി സുധീഷ്, എന്തായാലും ഈ രാഷ്ട്രീയ വടംവലിക്കിടെ കിടപ്പാടം ലഭ്യമാകാതെ 600ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വിഷമത അനുഭവിക്കുന്നത്. കളിസ്ഥലം വേണം, അത് ആവശ്യകത തന്നെയാണ് പുതിയ തലമുറയ്ക്ക്. പക്ഷേ ഇത്രയും കുടുംബങ്ങളുടെ ഈ കിടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്.